നമസ്കാരം. ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തിരക്കഥ പോലെ എല്ലാ പ്രശ്നവും ഉടനെ തീരും. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് ആലപ്പുഴയിൽ എത്തുമെന്ന് മനസ്സിലാക്കിയാണ് CPIയുടെ യോഗം ആലപ്പുഴയിൽ നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി ചർച്ച നടത്തി എല്ലാം ഒത്തുതീർപ്പാക്കിയെന്നും പ്രഖ്യാപിക്കും. CPI തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ആലപ്പുഴയിൽ വെച്ച് മുഖ്യമന്ത്രിയുമായി ചർച്ച നടത്തും. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിന് ശേഷം മുഖ്യമന്ത്രി ആലപ്പുഴയിലേക്ക് പുറപ്പെട്ടിരുന്നു. ഈ ചർച്ചയിലൂടെ വിഷയം സമവായത്തിലേക്ക് എത്തും. ഈ യാത്രയടക്കം മുൻകൂട്ടി നിശ്ചയിച്ചാണ് ആലപ്പുഴയിൽ CPI അടിയന്തര സെക്രട്ടേറിയറ്റ് യോഗം ചേരുന്നത്. യോഗത്തിന് ശേഷം പുറത്തിറങ്ങിയ CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വമാണ് മുഖ്യമന്ത്രിയുമായി ഉച്ചയ്ക്ക് ചർച്ചയുണ്ടാകുമെന്ന കാര്യം സ്ഥിരീകരിച്ചത്. പുന്നപ്ര വയലാർ രക്തസാക്ഷി ദിനവുമായി ബന്ധപ്പെട്ട പരിപാടികൾക്കായി മുഖ്യമന്ത്രി ആലപ്പുഴയിൽ എത്തുന്നുണ്ട്. ഇത് മുൻകൂട്ടി നിശ്ചയിച്ചിരുന്നതാണ്. ഇത് മനസ്സിലാക്കിയാണ് ഇന്ന് തന്നെ CPI യോഗവും ആലപ്പുഴയിൽ നിശ്ചയിച്ചത്. CPI നേതാക്കളും മുഖ്യമന്ത്രിയും തമ്മിൽ ആലപ്പുഴയിലെ ഗസ്റ്റ് ഹൌസിൽ വെച്ചായിരിക്കും ചർച്ച നടക്കുക എന്നാണ് വിവരം. ശ്രീ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ അനുവദിക്കുകയില്ല എന്ന നിലപാടിലതോടെ മാറ്റവും വരും. അടനയ ഫോർമുല ഇതിൽ ഉണ്ടാകും. അതിനുശേഷം മുഖ്യമന്ത്രിയുമായിട്ടുള്ള ചർച്ചയ്ക്ക് ശേഷം CPI എക്സിക്യൂട്ടീവ് യോഗം ചേരും. യോഗത്തിന് ശേഷം ഇത് സംബന്ധിച്ച മാധ്യമങ്ങളെ കാണാമെന്ന് ബിനോയ് വിശ്വം അറിയിച്ചിട്ടുണ്ട്. ഇതോടെ ശ്രീ വിവാദം ആവിയാകും. മന്ത്രിമാർ രാജിവെക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ CPIയിൽ ഉയർന്നിരുന്നു. നേരത്തെ കൂടിയാലോചനകളില്ലാതെ ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ട വിഷയത്തിൽ ചർച്ചയ്ക്കായി മുഖ്യമന്ത്രി വിളിച്ചിട്ടില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു. ആശയപരമായും രാഷ്ട്രീയപരമായും ഏറ്റവും ഉചിതമായ തീരുമാനം കൈക്കൊള്ളും. CPM-ഉം CPI-യും LDF-ന്റെ ഭാഗമാണ്. LDF-ൽ ചർച്ചയുടെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. LDF-ന് ആശയ അടിത്തറയും രാഷ്ട്രീയ അടിത്തറയുമുണ്ട്. പരസ്പര ബന്ധങ്ങളും ചർച്ചകളുമുണ്ട്. സമവായ സാധ്യതകളെ കുറിച്ചുള്ള ചോദ്യത്തിന് കമ്മിറ്റി കൂടാൻ പോവുകയാണ് എന്നായിരുന്നു നേരത്തെ ബിനോയ് വിശ്വം പറഞ്ഞത്. ചർച്ചകൾ തുടരുമെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുമായി ആലപ്പുഴയിൽ വെച്ച് ചർച്ച നടത്തുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. ഇടതുമുന്നണിയിൽ ചർച്ചകൾ തുടരുമെന്നും മുന്നണി ചേരുന്ന തീയതി കൂടിയാലോചിച്ച് തീരുമാനിക്കുമെന്നാണ് CPI അറിയിക്കുന്നത്. സമവായ നിർദ്ദേശങ്ങൾ CPI നേതൃത്വത്തെ അറിയിക്കുമെന്നും CPM നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം ശ്രീ വിവാദത്തിൽ വിട്ടുവീഴ്ചയില്ലാതെ പോകുമെന്നാണ് റവന്യൂ മന്ത്രി K രാജൻ വ്യക്തമാക്കിയത്. വിവാദത്തിൽ CPI നിലപാടിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയേണ്ടതൊക്കെ പറയുമെന്നായിരുന്നു മന്ത്രി K രാജന്റെ പ്രതികരണം. നിലപാടുകൾ ഉള്ള പാർട്ടിയാണ് CPI. പാർട്ടിക്ക് അറിയാനുള്ളതെല്ലാം പാർട്ടി സെക്രട്ടറി പറയും. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എടുക്കുന്ന തീരുമാനത്തെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ട്. ഒരു കാര്യങ്ങളിലും വിട്ടുവീഴ്ചയില്ലാത്ത വിധം മുന്നോട്ട് പോകുമെന്നും K രാജൻ കൂട്ടിച്ചേർത്തു. രാജൻ മാത്രമാണ് മന്ത്രിസ്ഥാനം രാജിവെക്കാൻ CPIയിൽ സമ്മതിച്ചത്. GR അനിലും ചിഞ്ചുറാണിയും P പ്രസാദും രാജിവെക്കാൻ തയ്യാറല്ല. ഇതെല്ലാം കണക്കിലെടുത്താണ് CPM-മായി ചേർന്ന് മുന്നോട്ട് പോകാൻ ബിനോയ് വിശ്വം തീരുമാനിച്ചത്. കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ വാക്കുകളെ വിശ്വാസത്തിലെടുക്കുന്നുവെന്നും CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞിരുന്നു.